മുൻമന്ത്രി കെ ബാബുവിനെതിരായ കേസിൽ അന്വേഷണ സംഘം വിപുലീകരിച്ചു. സംഘത്തിൽ ഡിവൈഎസ്പി വേണുഗോപാലിനെയും 3 സിഐമാരെയും ഉൾപ്പെടുത്തി. ഒരു സംഘം ബാബുവിന്റെ ഭൂമി ഇടപാടുകൾ അന്വേഷിക്കാൻ തമിഴ്നാട്ടിലേക്ക് പോകും. മറ്റൊരു സംഘം ബാബുവിന്റെ ഇടപാടുകൾ അന്വേഷിക്കാൻ വിദേശത്തേക്കും പോകും. വിജിലൻസ് സ്പെഷ്യൽ സെൽ ഡിവൈഎസ്പി വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ 3 സിഐമാരെ കൂടി ഉൾപ്പെടുത്തിയാണ് സംഘം വിപുലീകരിച്ചത്. ഇതോടെ ബാബുവിന്റെ സ്വത്തുവിവരം അന്വേഷിക്കുന്ന ടീമുകളുടെ എണ്ണം 5ആയി. തമിഴ്നാട്ടിലെ ഭൂമി ഇടപാടുകൾ അന്വേഷിക്കുന്നതിനും വിദേശയാത്രകൾ അന്വേഷിക്കുന്നതിനുമാണ് പുതിയ 2 ടീമുകൾ കൂടി രൂപീകരിച്ചത്. തേനിയിലെ തോട്ടം സംബന്ധിച്ച വിവരങ്ങൾ തേടി വിജിലൻസ് തമിഴ്നാട് രജിസ്ട്രേഷൻ വകുപ്പിന് കത്ത് നൽകി. ആണ്ടിപ്പെട്ടി താലൂക്കിലെ കടുമലൈക്കുണ്ട് രജിസ്ട്രാർക്കാണ് വിജിലൻസ് കത്ത് നൽകിയത്. മറുപടി ലഭിച്ച ശേഷം ഒരു സംഘം തമിഴ്നാട്ടിലേക്ക് പോകും. ഒപ്പം ബാബുവിൻ്റെയും ബന്ധുക്കളുടെയും പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെയും ബിനാമികളുടെയും വിദേശയാത്രകൾ സമഗ്രമായി പരിശോധിക്കുകയാണ് വിജിലൻസ്. 2013-ലും 2015-ലും ബാബു മന്ത്രിയായിരിക്കെ നടത്തിയ 2 വിദേശയാത്രകളാണ് അന്വേഷിക്കുന്നത്. 2015-ലെ വിദേശയാത്ര വിഴിഞ്ഞം തുറമുഖ കരാർ നടപടികൾ ആരംഭിക്കുന്നതിന് തൊട്ടുമുൻപായിരുന്നു. ഭാര്യയുമൊത്ത് സിംഗപ്പൂർ തുറമുഖത്തേക്ക് ബാബു നടത്തിയ വിദേശയാത്രയുടെ ലക്ഷ്യം സംശയാസ്പദമാണെന്നാണ് വിജിലൻസിന്റെ നിഗമനം. ഇതിനു പിന്നാലെ പ്രൈവറ്റ് സെക്രട്ടറി സിംഗപ്പൂരും മലേഷ്യയും സന്ദർശിച്ചു. ബാബുവിൻ്റെ മറ്റൊരു പേഴ്സണൽ സ്റ്റാഫ് അംഗം 54 തവണയാണ് വിദേശയാത്ര നടത്തിയത്. ബാബുവിൻ്റെ ബിനാമി എന്ന് വിജിലൻസ് സംശയിക്കുന്ന നന്ദകുമാറും ഇതേ സ്ഥലങ്ങളിലേക്ക് നിരവധി തവണ വിദേശയാത്രകൾ പോയിട്ടുണ്ട്. വിദേശത്ത് ഇവർ നടത്തുന്ന ചില വ്യവസായങ്ങളിൽ ബാബുവിൻ്റെ പങ്കാളിത്തത്തെക്കുറിച്ച് വിജിലൻസ് സംശയിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഒരു സംഘത്തെ വിദേശത്തേക്ക് അയക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഓണക്കാലത്ത് ATMകളിൽ പണം തീരുമെന്ന ആശങ്ക വേണ്ടെന്ന് SBT. നാളെയും മറ്റന്നാളുമായി ATMകളിൽ പണം നിറയ്ക്കുമെന്ന് SBT അറിയിച്ചു. പണം ശേഖരിച്ചു വെക്കുന്ന SBTയുടെ കറൻസി ചെസ്റ്റ് ബ്രാഞ്ചുകൾ തുറക്കാൻ റിസർവ് ബാങ്ക് അനുമതി നൽകി. അതേസമയം ATMകളിൽ പണം തീർന്നെന്ന പരാതിയെ തുടർന്ന് എത്രയും വേഗം പണം നിറയ്ക്കാൻ സർക്കാർ നിർദ്ദേശം നൽകി. തുടർച്ചയായ അവധി ദിവസങ്ങൾ മൂലം ബാങ്കുകൾ പ്രവർത്തനരഹിതമായതിനാലാണ് ATMകളിലെ പണം തീർന്നുപോയത്. തുടർച്ചയായ അവധിയാണെന്ന ഭീതി മൂലം ഇടപാടുകാർ കൂട്ടത്തോടെ ATMകളിലെത്തിയതോടെ ATMകളിലെ മുഴുവൻ പണവും തീർന്നു. ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ വന്നിട്ട് CDM മെഷീൻ വർക്ക് ചെയ്യുന്നില്ല, ഹാർഡ്വെയറാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നേരത്തെ എനിക്ക് 1-2 കസ്റ്റമേഴ്സ് വന്നിട്ട് ക്യാഷ് വിഡ്രോ ചെയ്യാൻ നോക്കിയിട്ടും പറ്റുന്നില്ലായിരുന്നു തോന്നുന്നു. ക്യാഷ് ഇല്ല എന്നത് കാണിക്കായിരുന്നു തോന്നുന്നു. ക്യാഷ് എടുക്കാൻ പറ്റുന്നതാണ്, കാശില്ല, വലിയ ബുദ്ധിമുട്ടാണ്. SBT സ്ഥിരം കസ്റ്റമറാണ് നമ്മൾ. വേറൊരിടത്തും പോകണ്ടായിരുന്നു, അപ്പുറത്ത് പാളയത്തൂർ ഷോപ്പിൽ ക്യാഷ് ഇല്ലായിരുന്നു. ATMകളിൽ ആവശ്യത്തിനുള്ള പണം നിറയ്ക്കാൻ സംസ്ഥാന സർക്കാർ സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകി. ആവശ്യത്തിന് പണം സൂക്ഷിക്കാനുള്ള അറിയിപ്പ് സംസ്ഥാന സർക്കാരിൽ നിന്നും ലഭിച്ചതായി സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റിയുടെ കൺവീനറായ കാനറ ബാങ്കിന്റെ ജനറൽ മാനേജർ ശിവശങ്കരൻ പീപ്പിൾ TVയോട് പറഞ്ഞു. ഓവറോൾ ATMകളിൽ പൈസ ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. ഔട്ടാവുന്ന ATMs അതായത് സമയത്ത് ഒന്ന് ഫില്ല് ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്യണമെന്നുള്ള ഒരു SMPCയുടെ ഭാഗത്തു നിന്നുള്ള ഒരു നിർദ്ദേശം കൂടെ എല്ലാ ബാങ്കുകൾക്കും നൽകാൻ എത്തിച്ചിട്ടുണ്ട്. 12, 13 തീയതികളിലായി സംസ്ഥാനത്തെ മുഴുവൻ ATMകളിലും ഒരിക്കൽ കൂടി പണം നിറയ്ക്കുമെന്ന് SBT വൃത്തങ്ങൾ അറിയിച്ചു. SBTയുടെ കരുതൽ ധനം സൂക്ഷിക്കുന്ന 70 ചെസ് ബ്രാഞ്ചുകൾ തുറന്നു പ്രവർത്തിക്കാൻ റിസർവ് ബാങ്കിൽ നിന്നും പ്രത്യേക അനുമതി ബാങ്കിന് ലഭിച്ചു. എന്നാൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ATM വഴിയുള്ള പണം പിൻവലിക്കലാണ് ഇപ്പോൾ നടക്കുന്നത്. കൊല്ലം കടപ്പാക്കടയിലെ ഒരു ATM കേന്ദ്രത്തിൽ നിന്ന് മാത്രമായി 42 ലക്ഷം രൂപയാണ് ഇന്നലെ മാത്രം ഉപഭോക്താക്കൾ പിൻവലിച്ചത്. ജനങ്ങളുടെ അസൗകര്യം കണക്കിലെടുത്ത് ATMകളിൽ കൂടുതൽ പണം കരുതാനുള്ള തത്രപ്പാടിലാണ് വിവിധ ബാങ്കുകൾ. S. ജീവൻകുമാർ, തിരുവനന്തപുരം. ഭരണപരിഷ്കാര കമ്മീഷൻ ഓഫീസ് സംബന്ധിച്ച അവ്യക്തത ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്ന് ചെയർമാൻ VS അച്യുതാനന്ദൻ. സെക്രട്ടേറിയറ്റിൽ തന്നെ ഓഫീസ് വേണമെന്നും VS പറഞ്ഞു. ഔദ്യോഗിക വസതിയിലേക്ക് താമസം മാറിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനായി ചുമതലയേറ്റ VS അച്യുതാനന്ദൻ ഉച്ചയോടെയാണ് ഔദ്യോഗിക വസതിയായ കവടിയാർ ഹൌസിലെത്തിയത്. ഭരണപരിഷ്കാര കമ്മീഷൻ സർക്കാരിന്റെ അറിയിപ്പനുസരിച്ച് പ്രവർത്തിക്കുമെന്ന് VS പറഞ്ഞു. ഗവൺമെന്റിന്റെ അറിയിപ്പനുസരിച്ച് ഓരോ പരിപാടികളും നടപ്പിലാക്കുന്നതാണ്. ഓഫീസിന്റെ കാര്യത്തിലെ അവ്യക്തത ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്ന് പറഞ്ഞ VS സെക്രട്ടേറിയറ്റിൽ തന്നെ ഓഫീസ് വേണമോ എന്ന ചോദ്യത്തിന് ഇങ്ങനെ പ്രതികരിച്ചു. പിന്നെ അല്ലാതെ എങ്ങനെ, നല്ല അതിന്റെ ഫംഗ്ഷൻ ശരിയായിട്ടുള്ളതിനെ കൊണ്ടുപോകാൻ കഴിയുള്ളൂ. തുടർന്ന് VSന്റെ ഓണാശംസ. എല്ലാ മലയാളികൾക്കും, മലയാളികളേതര ജനവിഭാഗങ്ങൾക്കും എൻ്റെ ഹാർദമായ അഭിവാദനങ്ങൾ, ആശംസകൾ. ഭാര്യ വസുമതിയും മകൻ അരുൺകുമാറും കുടുംബവും VSനൊപ്പം പുതിയ വസതിയിലെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തെരുവ് നായ്ക്കളെ വന്ധ്യംകരിക്കുമെന്ന് മന്ത്രി KT ജലീൽ. എല്ലാ ബ്ലോക്കുകളിലും 3 വന്ധ്യംകരണ യൂണിറ്റുകൾ ആരംഭിക്കുമെന്നും വന്ധ്യംകരണത്തിനാവശ്യമായ തുക തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിലുള്ള നിയമം തന്നെ അതിനനുശാസിക്കുന്നുണ്ട്. ഡേഞ്ചറസ് ആൻഡ് ഫെറോഷ്യസ് ആയിട്ടുള്ള നായ്ക്കളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് നിലവിൽ പ്രിവെൻഷൻ ഓഫ് ആനിമൽസ് അഗെയിൻസ്റ്റ് ക്രൂവാലിറ്റീസ് എന്ന് പറയുന്ന നിയമത്തിൽ തന്നെ അനുശാസിക്കുന്നുണ്ട്. സുപ്രീം കോടതിയിലെ സത്യവാങ്മൂലം അറിഞ്ഞിരുന്നു. പക്ഷേ അത് കൊടുക്കുന്ന ആളുകൾ
നിലവിൽ ഒരുപാട് നിയമങ്ങളുണ്ട്. ആ നിയമക്കുരുക്കിൽ പോയി പെടേണ്ട എന്ന് ഭയപ്പെട്ടത് കൊണ്ടാവാം ഇത് കൊടുക്കുന്ന ആളുകൾ അങ്ങനെ കൊടുക്കുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഫെറോഷ്യസ് ആൻഡ് ഡേഞ്ചറസ് ആയിട്ടുള്ള നായ്ക്കളെ ആളുകൾ തന്നെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവർക്ക് കഴിയുന്നത് പോലെയും ആളുകൾ അവർക്ക് കഴിയുന്നത് പോലെയും ഒക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന് ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് സ്റ്റെറിലൈസേഷനാണ്. പാലക്കാട് മാൾട്ട രോഗം ബാധിച്ച കന്നുകാലികളെ ദയാവധം ചെയ്യാൻ തീരുമാനം. മണ്ണൂത്തി സർവകലാശാലയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമായത്. ദയാവധം ഏത് രീതിയിൽ വേണമെന്ന തീരുമാനം മൃഗസംരക്ഷണ ബോർഡിന് വിട്ടു. മനുഷ്യരിലേക്ക് എത്തിയാൽ ഗർഭഛിദ്രം അടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്ന മാൾട്ടാപ്പനി ബാധിച്ച കന്നുകാലികളെ ദയാവധത്തിന് വിധേയരാക്കാനാണ് വെറ്ററിനറി സർവകലാശാലയിൽ ചേർന്ന വിദഗ്ധ സമിതിയുടെ തീരുമാനം. രോഗം കണ്ടെത്തിയ ഫാമിൽ തന്നെ ഇവയെ കൊന്ന് കുഴിച്ചുമൂടുക, മണ്ണൂത്തിയിലെ സർവകലാശാല ക്യാമ്പസിൽ എത്തിച്ച അവശിഷ്ടങ്ങൾ ഉയർന്ന ഊഷ്മാവിൽ സംസ്കരിക്കുക എന്നിവയാണ് പ്രായോഗികമായ 2 മാർഗങ്ങൾ. എന്നാൽ രോഗം കണ്ടെത്തിയ പ്രദേശത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് കന്നുകാലികളെ മാറ്റരുതെന്ന് കേന്ദ്ര മൃഗസംരക്ഷണ ബോർഡ് നിർദ്ദേശിച്ചിരുന്നു. മറ്റു കന്നുകാലികളിലേക്ക് രോഗാണുക്കൾ എത്തുന്ന സാഹചര്യം ഒഴിവാക്കാനാണ് ഇത്. 84 കന്നുകാലികളെ തിരുവിഴാംകുന്ന് ഫാമിൽ കുഴിച്ചുമൂടുന്നത് പ്രദേശത്ത് അണുവ്യാപനത്തിന് കാരണമായേക്കുമെന്ന നിരീക്ഷണമുണ്ട്. ഈ 2 സാധ്യതകളും പരിശോധിച്ച സമിതി ദയാവധവും സംസ്കരണവും ഏറുപുരത്തിൽ നടപ്പാക്കണമെന്ന കാര്യം കേന്ദ്ര സംസ്ഥാന മൃഗസംരക്ഷണ ബോർഡുകൾക്ക് വിട്ടു. അവരുടെയും കൂടെ കൺസെൻസോട് കൂടിയിട്ട്, അവരുടെയും കൂടെ അഭിപ്രായത്തോടു കൂടി ഇതിനെ എങ്ങനെ കൊന്ന് ഡിസ്പോസ് ചെയ്യണമെന്നുള്ള തീരുമാനം ഉടനെ തന്നെ എടുക്കുന്നതും. പരമാവധി 2 ആഴ്ചക്കകം ദയാവധം നടപ്പാക്കാനാവും. വെറ്റിനറി സർവകലാശാല രജിസ്ട്രാർ, തിരുവിഴാംകുന്ന് കേന്ദ്രത്തിന്റെ തലവൻ ഷിബു സൈമൺ, മൈക്രോബയോളജി മൃഗസംരക്ഷണ വകുപ്പ് വിദഗ്ധർ എന്നിവർ ചേർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് മൃഗസംരക്ഷണ ബോർഡുകൾക്ക് കൈമാറി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ട്രാക്ടർ സമരത്തെ തുടർന്ന് ശബരിമലയിലേക്കുള്ള പൂജാ സാധനങ്ങൾ അടക്കമുള്ളവയുടെ ചരക്ക് നീക്കം തടസ്സപ്പെട്ടു. നാളെ വൈകിട്ട് ഓണപൂജകൾക്കായി ശബരിമല നട തുറക്കാനിരിക്കെയുള്ള സമരം തീർത്ഥാടകരെ പ്രതിസന്ധിയിലാക്കിയേക്കും. 2 ദിവസം മുമ്പ് ആരംഭിച്ച ട്രാക്ടർ സമരത്തെ തുടർന്നാണ് ശബരിമലയിലേക്കുള്ള ചരക്ക് നീക്കം തടസ്സപ്പെട്ടത്. ശബരിമലയിലെ നിർമ്മാണ സാമഗ്രികളും പൂജാവസ്തുക്കളും ഇതോടെ പമ്പയിൽ കെട്ടിക്കിടക്കുകയാണ്. ഓണപൂജയ്ക്കായി നാളെ നട തുറക്കാനിരിക്കെ ചരക്ക് നീക്കം തടസ്സപ്പെട്ടത് ഓണപൂജ തടസ്സപ്പെടുത്തുമെന്ന ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നാൽ കോടതി വിധിയുള്ളതിനാൽ ട്രാക്ടർ കരാർ തൊഴിലാളികൾ സന്നിധാനത്ത് സാധനങ്ങൾ നിശ്ചിത സമയത്ത് എത്തിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെന്നും ഇത് നടപ്പിലാകുന്നില്ലെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ അറിയിച്ചു. ട്രാക്ടർ കരാർ തൊഴിലാളികളും ട്രേഡ് യൂണിയൻ തൊഴിലാളികളും തമ്മിലുള്ള കൂലി തർക്കത്തെ തുടർന്നാണ് സമരം നടക്കുന്നത്. എന്നാൽ ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടാൽ സാധനങ്ങൾ എത്തിക്കാൻ തയ്യാറാണെന്ന് യൂണിയൻ നേതാക്കളും അറിയിച്ചിരുന്നു. സന്നിധാനത്തെ ഉത്രാട സദ്യയ്ക്കും ഓണക്കോടി വിതരണത്തിനും അടക്കമുള്ള ചരക്കുകൾ പമ്പയിൽ കെട്ടിക്കിടക്കുന്നുണ്ട്. ജീവനക്കാർക്കടക്കം ഭക്ഷണ സാധനങ്ങൾ പോലും പമ്പയിൽ നിന്ന് മുകളിൽ എത്തുന്നില്ല. സാധനങ്ങൾ എത്താത്തത് നാളെ മുതൽ നടക്കുന്ന ചടങ്ങുകൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് ആശങ്കയുണ്ടെന്ന് ശബരിമല മേൽശാന്തിയും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. JNUവിൽ ഇടത് കൊടുങ്കാറ്റ്. രാജ്യം ഉറ്റുനോക്കിയ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റുകളിലും ഇടതു സഖ്യത്തിന് ആധികാരിക ജയം. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി സീറ്റുകളിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെയാണ് SFI ഐസ സഖ്യം വിജയം കുറിച്ചത്. ABVPക്ക് ഒരു സീറ്റിൽ പോലും വിജയിക്കാനായില്ല. 12 വർഷത്തിനു ശേഷം JNUവിന്റെ അധികാര കേന്ദ്രത്തിൽ മലയാളി എത്തുന്നതിനും തെരഞ്ഞെടുപ്പ് വിധിയെഴുതി. I hereby declare Mohit Kumar Pandey elected for the post of President. ചെയർപേഴ്സൺ ഇഷിത മന്ന തെരഞ്ഞെടുപ്പ് വിജയികളുടെ ഫലപ്രഖ്യാപനം നടത്തുമ്പോഴേക്കും രാജ്യം ഉറ്റുനോക്കിയ JNU ക്യാമ്പസിൽ ഇടതു സഖ്യം ആഘോഷം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി എന്നിങ്ങനെ കേന്ദ്ര പാനലുകളിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് ഇടതു സഖ്യം അധികാരത്തിലേറിയത്. പ്രസിഡന്റ് സ്ഥാനത്ത് SFI ഐസ സഖ്യത്തിന്റെ മോഹിത് കുമാർ പാണ്ഡെ 1954 വോട്ടുകൾക്ക് വിജയിച്ചു. 12 വർഷങ്ങൾക്ക് ശേഷം ഒരു മലയാളി JNUവിന്റെ അധികാര കേന്ദ്രത്തിൽ ഇടം പിടിച്ചു. എറണാകുളം സ്വദേശിയും SFI പ്രവർത്തകനുമായ അമൽ 2461 വോട്ടുകൾക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തെത്തി. ഇവിടുത്തെ കമ്മ്യൂണൽ സംഘടനകൾക്കെതിരെ ക്യാമ്പസുകളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് വിദ്യാർത്ഥികളുടെ അഭിപ്രായങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് വന്നിരിക്കുകയാണ്. മുൻ തെരഞ്ഞെടുപ്പുകളിൽ 2ാം സ്ഥാനത്തെത്തിയിരുന്ന ABVP ഇത്തവണ അവസാന സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. രാജ്യദ്രോഹികളെ പരാജയപ്പെടുത്തുക എന്ന മുദ്രാവാക്യത്തിൽ പ്രചാരണം നടത്തിയിരുന്ന ABVPയുടെ പതനം പ്രതീകാത്മക ശവമഞ്ചത്തിലാണ് SFI ഐസ സഖ്യം ആഘോഷിച്ചത്. കന്നയ്യടക്കമുള്ള വിദ്യാർത്ഥികൾ അറസ്റ്റിലായ ശേഷം JNUവിൽ നടന്ന ആദ്യ തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. കേന്ദ്ര സർക്കാരിന്റെ സർവകലാശാല ആക്രമണങ്ങൾക്ക് നേരെയുള്ള കനത്ത മറുപടിയാണിതെന്ന് കന്നയ്യയും പ്രതികരിച്ചു. This is the victory of people of India, those who fought for the justice for JNU.
those who are fighting for the justice for Rohit Vemula, this victory is against the undemocratic forces like BJP and RSS. 18 കൗൺസിലർ സീറ്റുകളിൽ 15നും SFI ഐസ സഖ്യം വിജയിച്ചു. കല്ലാമയ്ക്ക് ആസാദി മുദ്രാവാക്യം രാജ്യമൊട്ടാകെ ഏറ്റെടുത്തതിന് പിന്നാലെ JNUവിൽ വൻ ഇടത് വിപ്ലവത്തിനാണ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. രാജ്യദ്രോഹികളെ പരാജയപ്പെടുത്തുക എന്ന ABVP പ്രചാരണത്തിനും കേന്ദ്ര സർക്കാരിനും കനത്ത തിരിച്ചടി നൽകുന്നതായി JNU വിദ്യാർത്ഥി തെരഞ്ഞെടുപ്പ് ഫലം. ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം മനു ശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. തീരദേശ മേഖലയിലെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള പഠനവീട് പദ്ധതിക്ക് ആലപ്പുഴയിൽ തുടക്കമായി. ഇതിനായി തുമ്പോളി യൂണിവേഴ്സൽ വായനാശാലയിൽ സ്മാർട്ട് ക്ലാസ് റൂം തുടങ്ങി. പദ്ധതി വിജയിച്ചാൽ കേരളം മുഴുവൻ ഇതാരംഭിക്കുമെന്ന് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. തീരദേശ മേഖലയിലെ വിദ്യാർത്ഥികളുടെ പഠനം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രതിഭാതീരം പഠനവീട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. കൊച്ചി ഷിപ്പ്യാർഡിന്റെ സഹായത്തോടെ നവീകരിച്ച കെട്ടിടത്തിന്റെയും സ്മാർട്ട് ക്ലാസ് റൂമിന്റെയും ഉദ്ഘാടനം ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് നിർവഹിച്ചു. ഇവിടെ ചെറിയൊരു പരീക്ഷണം നമ്മൾ നടത്തുകയാണ്. ഈ പരീക്ഷണം വിജയിക്കുകയാണെങ്കിൽ നമ്മൾ നാളെ ഇത് സർക്കാർ പിന്തുണയോടെ കേരളത്തിലെ തീരദേശത്ത് മുഴുവൻ പഠനവീട് കൊണ്ടുവരാൻ പറ്റും. പ്രശസ്ത ചലച്ചിത്രതാരം കാവ്യ മാധവൻ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായിരുന്നു. എന്തുകൊണ്ട് ഈ ഭാഗത്തുള്ള കുട്ടികൾക്ക് പഠിത്തത്തിന് മുന്നോട്ട് വരാൻ സാധിക്കുന്നില്ല എന്നതിനെക്കുറിച്ച് അദ്ദേഹം വ്യക്തമായി പഠിച്ചു, അതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കി, പിന്നെ അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനുള്ള സൊല്യൂഷൻ കിട്ടാൻ എളുപ്പമാണ്. ഇനി ഇതിനകത്ത് ഇരുന്നിട്ട് നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ അത് നിങ്ങളുടെ മാത്രം കുഴപ്പമാണ്. വിദ്യാഭ്യാസ മേഖലയിൽ തീരദേശ മേഖല അവഗണിക്കപ്പെടുന്നു എന്ന തിരിച്ചറിവാണ് പദ്ധതിക്ക് തുടക്കം കുറിക്കാൻ കാരണമെന്ന് മന്ത്രി പറഞ്ഞു. ഈ തുടക്കം നല്ല രീതിയിൽ വിജയം കണ്ടാൽ ഭാവിയിൽ കേരളമാകെ ഈ പദ്ധതി നടപ്പിലാക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. പാങ്ങോട് കുന്നത്തുകുളം ചിത്രനഗറിലെ ഇടിഞ്ഞു വീഴാറായ ഒറ്റമുറി വീട്ടിൽ താമസിച്ചിരുന്ന തങ്കത്തിന് പീപ്പിൾ വാർത്ത തുണയായി. ഇടുങ്ങിയ വീട്ടിൽ കഴിഞ്ഞിരുന്ന 4 അംഗ കുടുംബത്തിന് പ്രദേശത്തെ CPIM നേതൃത്വം പുതിയ വീട് വെച്ച് നൽകി. 45 ദിവസം കൊണ്ടാണ് ഇവർക്കുള്ള ഭവനം പണിതീർത്ത് നൽകിയത്. പുതിയ വീടിന്റെ താക്കോൽ ഏറ്റുവാങ്ങുമ്പോൾ ഗൃഹനായിക തങ്കത്തിന്റെ കൈകൾ ചെറുതായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഒരു നാടിന്റെ സ്നേഹോപഹാരവും കരുതലുമാണ് താൻ ഏറ്റുവാങ്ങുന്നതെന്ന് അവർക്ക് നന്നായി അറിയാം. ഒരു മുറി വീടിന്റെ അസ്വാതന്ത്ര്യത്തിൽ നിന്ന് പുതിയ ഗൃഹത്തിന്റെ അടച്ചുറപ്പിലേക്ക് തങ്കവും കുടുംബവും കാലെടുത്ത് വെക്കുകയായിരുന്നു. പാങ്ങോട് കുന്നത്തുകുളം ചിത്രനഗറിലെ വീടെന്ന് വിളിക്കാനാവാത്ത ഒറ്റമുറിയിൽ 4 അംഗ കുടുംബവുമായി കഴിയേണ്ടി വന്ന തങ്കത്തിന്റെ അവസ്ഥ പീപ്പിൾ TV വാർത്തയാക്കിയിരുന്നു. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് വലിയ ശാലയിലെ CPIM പ്രാദേശിക നേതൃത്വത്തിന്റെ മുൻകൈയിൽ നാണയത്തുട്ടുകൾ ശേഖരിച്ചാണ് ഭവനം ഒരുക്കിയത്. തന്നോട് ജനങ്ങൾ കാട്ടിയ സീമാതീതമായ സ്നേഹത്തിന് വാക്കുകൾ കൊണ്ട് മറുപടി പറയാൻ കഴിയാത്തത്രയും വീർപ്പുമുട്ടുകയാണിവർ. ഞങ്ങളുടെ കിടന്ന കഷ്ടപ്പാട് കണ്ട് ബഹുമാനപ്പെട്ട സഹാക്കന്മാർ വന്ന് ഞങ്ങൾക്ക് ഈ ഉപകാരം ചെയ്തതിന് വളരെ നന്ദി. മനസ്സിലിങ്ങനെ പൊങ്ങി വരുന്ന സന്തോഷം, അത് ഇങ്ങനെ നന്ദി പറഞ്ഞ് ഞാനത് പറയുകയാണ്. അത്രമാത്രം കഷ്ടപ്പെട്ടു. നിങ്ങളുടെ മുമ്പ് ചിരിച്ചുകൊണ്ട് ഈ ചിരിയൊന്നും അന്നില്ലായിരുന്നു. ആരുടെ മുമ്പിൽ ചിരിക്കാൻ പോലും എനിക്ക് കഴിയില്ലായിരുന്നു. അത്ര ദുഃഖത്തിൽ ചെള്ളിയിലും വെള്ളത്തിലും കിടന്നു. അങ്ങനെ 4 പേർക്കും അസുഖം പിടിച്ച അമ്മയ്ക്കും കൊച്ചുമൾക്കും അതിനുശേഷം മരുമകൻ സുഖമല്ല. 4 പേരും ഒരു കൊച്ചു ഇടുങ്ങിയ മുറിയിലായിരുന്നു. 45 ദിവസം കൊണ്ടാണ് ഭവനത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. പുതിയതായി നിർമ്മിച്ച ഭവനത്തിന്റെ താക്കോൽദാനം വൈദ്യുത മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ക്യൂബിക്സ് ഫുട്വെയർ ഓണത്തുമ്പി brought to you by ക്യൂബിക്സ് ഫുട്വെയർ. പാദമേതായാലും പാതുകം ക്യൂബിക്സ് തന്നെ. പരവൂർ സ്വദേശികൾക്ക് ഇക്കുറി ഓണമില്ല. വെടിക്കെട്ട് ദുരന്തത്തിൽ കൊല്ലപ്പെട്ട 110 പേരുടെ കുടുംബങ്ങൾക്കൊപ്പം പരവൂർ പൗരാവലിയും ഓണാഘോഷം ഉപേക്ഷിച്ചു. പരവൂർ മുനിസിപ്പാലിറ്റി, DTPC, ക്ലബ്ബുകൾ, സഹകരണ ബാങ്കുകൾ തുടങ്ങിയ സ്ഥാപനങ്ങളും നാട്ടുകാരും പൊതുപ്രവർത്തകരും ഉൾപ്പെടെ ആർക്കും ഇക്കുറി ഓണമില്ല. തങ്ങളുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും നഷ്ടപ്പെട്ടതിന്റെ വേദനയിൽ നിന്നിപ്പോഴും പരവൂർകാർ മോചിതരായിട്ടുമില്ല. ഈ ഓണം വലിയ ഒരു ദുഃഖത്തിന്റെ നിഴലിലാണ് പരവൂരെ സംബന്ധിച്ച്. ഈ കുറ്റിങ്ങൽ ദുരന്തവുമായി ബന്ധപ്പെട്ട അതിൻ്റെ കെടുതി അനുഭവിക്കുന്ന ആളുകൾ മഹാദുരന്തത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഓണം പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട വിവിധ പരിപാടികൾ, സാധാരണ വിപുലമായ ഓണ പരിപാടികൾ നടക്കാറുണ്ട്. ഇക്കുറി അതെല്ലാം ഒഴിവാക്കിയിരിക്കുകയാണ്. ദുരന്തത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഇതുവരെ 5 തവണ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ബിനീഷിന് വിദ്യാഭ്യാസ വായ്പ തിരിച്ചടച്ചില്ലെന്നാരോപിച്ച്
SBT നോട്ടീസിന്റെ രൂപത്തിൽ ഓണസമ്മാനവും നൽകി. ഞാൻ BSc നേഴ്സിംഗ് പഠിച്ചിറങ്ങിക്കായിരുന്നു. ആ സമയത്ത് ഇപ്പോഴാണ് ഒരു ജോലി ഉടനെ കിട്ടിയത്. പിന്നെ അത് ബോംബെയിൽ ഒരു 2-3 മാസം വർക്ക് ചെയ്തേ ഉള്ളൂ. അതുമല്ല എഡ്യൂക്കേഷൻ ലോണിൻ്റെ റവന്യൂ റിക്കവറി ആയി. അപ്പോൾ അതൊരു ഒരു ബുദ്ധിമുട്ടും പിന്നെ ഇങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റും ഇച്ചിരി ബുദ്ധിമുട്ടാണ് കിടന്ന്. നമ്മളിവിടുത്തെ സംഘടനകളൊന്നും ഓണം ഇല്ലെന്നാണ് അറിയുന്നത്. നമുക്കെന്ത് ഓണം ഈ ഒരു അവസ്ഥയിൽ കിടന്നിട്ട്. ഇതിലും ദുരിതത്തിലും സങ്കടത്തിലും കഴിയുന്ന ദുരന്തഭൂമിയിലെ മാവേലിയുടെ ജനതയ്ക്ക് എല്ലാം മറക്കാൻ കാലങ്ങൾ തന്നെ താണ്ടേണ്ടി വരും. ഓണാഘോഷമാണെങ്കിലും ഉത്സവമാണെങ്കിലും ആഘോഷങ്ങൾ പരിധിവിട്ടാൽ എന്ത് സംഭവിക്കുമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പരവൂർ വെടിക്കെട്ട് ദുരന്തത്തിലെ 110 പേരുടെ ദാരുണ അന്ത്യം. മരിച്ചുപോയവരുടെ കുടുംബങ്ങൾ ഇന്ന് അനാഥമാണ്. അതേസമയം പരിക്കേറ്റ് കഴിയുന്നവരുടെ ജീവിതം ദുരിതപൂർണവുമാണ്. ആഘോഷങ്ങൾ അതിരുവിടുമ്പോൾ ഒരു നിമിഷം ഇവരെക്കുറിച്ച് ചിന്തിക്കുക. പരവൂരിൽ നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്കുമാർ.